ഒരു മാരേജിലോട്ടൊക്കെ എത്തി നിൽക്കുന്ന റിലേഷൻഷിപ്പാണ് നിങ്ങളുടേതെങ്കിൽ നിങ്ങളുടെ മാരേജ് നടക്കാനുള്ള പോസിബിലിറ്റി ഉണ്ടോ എന്നുള്ളത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ചാനലുകളുടെയും വീഡിയോസൊക്കെ കാണാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഈ ഒരു പേജ് ഒന്ന് മറക്കാതെ ഫോളോ ചെയ്തേക്കുക. യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവരാണെങ്കിൽ മാത്രം ഇൻസ്റ്റഗ്രാമിലൊന്ന് ഡി എം ചെയ്താൽ മതി. റീഡിംഗ് എന്നൊന്ന് ഡി എം ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതിന് മുന്നേ തന്നെ ഈ ഒരു പേജ് ഫോളോ ചെയ്തതിന് ശേഷം കമൻറ്റിൽ 555 എന്നുള്ളൊരു ഏഞ്ചൽ നമ്പർ ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഇവിടെ കിട്ടിയിട്ടുള്ള 2 കാർഡ്സ് എന്ന് പറയുന്നത് 3 ഓഫ് പെൻറ്റാക്കിൾസ് അതുപോലെ തന്നെ 9 ഓഫ് വാൻഡ്സ് ആണ്. അപ്പോൾ അതൊരു കാർഡിനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു വിവാഹം നടക്കണമെങ്കിൽ ഒരുപാട് ഒരു കൂട്ടായ്മയുടെ ആവശ്യമുണ്ട്. അതായത് കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയൊക്കെ ഒരു പിന്തുണ സപ്പോർട്ടൊക്കെ ആവശ്യമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വിവാഹത്തിലേക്ക് എത്താനായിട്ട് 2 പേരും ഒരുമിച്ച് അധ്വാനിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമുള്ളതായിട്ട് കാണുന്നുണ്ട്. ഒരാൾ മാത്രം എഫോർട്ട് ഇട്ടതുകൊണ്ട് ഈ ഒരു വിവാഹത്തിലേക്ക് എത്താനുള്ള പോസിബിലിറ്റി കുറവാണ്. 2 പേരും ഒരേപോലെ തന്നെ എഫോർട്ട് ഇടേണ്ടതായിട്ടുള്ളൊരു കാര്യം ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ വിവാഹത്തിനായിട്ടുള്ള ചർച്ചകളും ഒരുക്കങ്ങളും ഒക്കെ നടക്കാനുള്ള പോസിബിലിറ്റിയും കൂടിയാണ് ഈ ഒരു കാർഡിൻ്റെ എനർജി എന്ന് പറയുന്നത്. അതുപോലെ 9 ഓഫ് വാൻഡ്സിൻ്റെ എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിവാഹത്തിലേക്കുള്ള വഴിയിൽ നിങ്ങൾ വിവാഹത്തിലേക്കുള്ളൊരു വഴിയിൽ ചില തടസ്സങ്ങളും എതിർപ്പുകളോ ഒക്കെ നിങ്ങൾ നേരിടുന്നുണ്ടാവാം, അല്ലെങ്കിൽ നേരിടേണ്ടതായിട്ടുണ്ടെന്നുള്ളൊരു അറിവ് നിങ്ങൾക്ക് ചിലപ്പോൾ ഉള്ളിൽ ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ ചിലപ്പോൾ പലതവണ നിങ്ങൾ ഈ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിച്ച സമയത്ത് ചിലപ്പോൾ പരാജയപ്പെട്ടു പോയിട്ടും ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ തോറ്റുപോയി എന്നുള്ളത് തോന്നൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടും ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറേ പേരെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ ഒരു ഡിഫെൻസീവ് മോഡിലായിരിക്കും നിൽക്കുന്നത്. ഒരു ഭയത്തോടു കൂടിയായിരിക്കും ഇനിയും ഞാൻ ട്രൈ ചെയ്താലും അല്ലെങ്കിൽ ഇനിയും ഞങ്ങൾ ഒന്നിച്ച് ട്രൈ ചെയ്താലും ഞങ്ങൾ പരാജയപ്പെടുമോ എന്നുള്ളൊരു തോട്ട്സ് കുറേ പേർക്കെങ്കിലും ഉള്ളതുപോലെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു എനർജി പോലെ ഇവിടെ വന്നിട്ടില്ലെന്ന് പറയുന്നത് നിങ്ങൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലക്ഷ്യത്തിൻ്റെ തൊട്ടടുത്തെത്തി നിൽക്കുന്ന ഒരു സ്റ്റേജ്. പക്ഷെ ആ ഒരു ക്ഷീണം നിങ്ങൾക്ക് കാണാനുണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു പോരാട്ടം ഉപേക്ഷിക്കരുതെന്നാണ് ഈ ഒരു കാർഡ് പറയുന്നത്. നിങ്ങളിടുന്ന എഫോർട്ട് പോലെ ഒന്നിച്ചിടുന്ന എഫോർട്ട് എത്രത്തോളം ഇടുന്നോ അത്രത്തോളം ആ ഒരു വിജയത്തിലേക്ക് എത്താനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നുള്ളൊരു എനർജിയാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഓവറോൾ എനർജി നോക്കുകയാണെങ്കിൽ സാധ്യത ഏറെയുണ്ട്, പക്ഷേ തടസ്സങ്ങൾ അതുപോലെ തന്നെ ഉണ്ടെന്നാണ് കാണുന്നത്. വിവാഹം നടക്കാനുള്ള ആ ഒരു പ്രാക്ടിക്കലായിട്ടുള്ള സാഹചര്യങ്ങൾ മുന്നിൽ തന്നെയുണ്ട്. ഒരു 3 ഓഫ് പെൻറ്റാക്കിൾസ് കാണിക്കുന്ന പോലെ എഫോർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരു ചർച്ചയും കാര്യങ്ങളും ഒക്കെ വന്ന് സ്മൂത്തായിട്ട് പോവാം. പക്ഷേ അതത്ര എളുപ്പമാകില്ല എന്നാണ് കാണുന്നത്. ക്ഷമ പരീക്ഷിക്കപ്പെടുന്ന സിറ്റുവേഷൻ വരും. അതായത് കുടുംബത്തിൻ്റെ എതിർപ്പോ അല്ലെങ്കിൽ മറ്റ് സാഹചര്യങ്ങളോ ചില രീതിയിലുള്ള കാര്യങ്ങൾ ഓർത്ത് നിങ്ങൾ വിഷമിക്കുന്നുണ്ടാവാം. നിങ്ങളെ തളർത്തുന്ന സിറ്റുവേഷനൊക്കെ ആവാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷെ നിങ്ങൾ പിന്മാറാൻ തയ്യാറല്ലെങ്കിൽ ഈ ഒരു തടസ്സങ്ങളെ മറികടക്കാൻ നിങ്ങൾക്ക് പറ്റും എന്ന് കാണുന്നുണ്ട്. ഒരുപോലെ എഫോർട്ട് ഇട്ട് ഈ ഒരു ഒബ്സ്റ്റക്കിൾസിനെ മറികടക്കാൻ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ വിവാഹത്തിലേക്ക് എത്തുക തന്നെ ചെയ്യുമെന്നാണ് കാണുന്നത്. വിവാഹം എന്ന ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് പറ്റും, പക്ഷെ ധൈര്യം കൈവിടരുതെന്ന് യൂണിവേഴ്സ് എടുത്ത് പറയുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു എനർജിയാണ് ഇവിടെ കാർഡ്സിൽ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് റിലേറ്റബിൾ ആവും എന്നുള്ളത് അറിയില്ല. റിലേറ്റബിൾ ആണെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ യെസ് എന്നൊന്ന് ടൈപ്പ് ചെയ്തു.